84 പറയുന്നത്, അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവൻ പറയും, എന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തികച്ചും മനസ്സിലാക്കാതെ നിങ്ങൾ അവയെ നിഷേധിച്ചു തള്ളുകയാണോ ചെയ്തത്? അതല്ല, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാതെ അത് നിഷേധിച്ച് തള്ളുകയാണോ ചെയ്തത്? അപ്പൊ അത് മനസ്സിലാക്കാനുള്ളൊരു ക്ഷമ പോലും നമ്മൾ കാണിക്കാതെ, എന്താണ് ഇതിന്റെ സത്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നിഷേധിച്ച് തള്ളുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകളോടാണ് ഈ പറയാനുള്ളത്, ദൃഷ്ടാന്തങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയെങ്കിലും നമ്മൾ കൊടുക്കുക. 85 പറയുന്നത്, അവർ അക്രമം പ്രവർത്തിച്ചതിന് നിമിത്തം ശിക്ഷയെ പറ്റിയുള്ള വാക്ക് അവരുടെ മേൽ വന്നു ഭവിച്ചു, അവർ യാതൊന്നും ഉരിയാടുകയില്ലാണ്. അപ്പൊ അവർക്കുള്ള ശിക്ഷയുടെ വാക്ക് വന്ന് ഫലിച്ചു കഴിഞ്ഞു, ഇനി അവർക്കൊന്നും സംസാരിക്കാൻ കഴിയൂല. 86 പറയുന്നത്, രാത്രിയെ നാം അവർക്ക് സമാധാനം അടങ്ങുന്നതാക്കിയിരിക്കുകയും പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ കണ്ടില്ലേ? വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്ത്? രാത്രിയും പകലും. അപ്പൊ എങ്ങനെയാണ് രാത്രിയും പകലും? തന്റെ കൈകളുടെ പ്രവർത്തികളാണ് നമുക്ക് ഒരുക്കി തന്ന അനുഗ്രഹങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. 93 പറയുന്നത്, പറയുക, അള്ളാഹുവിന് സ്തുതി, തന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് അവ മനസ്സിലാവും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യാതൊന്നിനെ പറ്റിയും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ലാന്ന്. അപ്പൊ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് അറിയിച്ചു തരും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തെളിവായിരിക്കും നമ്മളിലേക്ക് വന്നെത്തുക. അപ്പൊ നമുക്ക് മനസ്സിലാവും സൃഷ്ടാവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടം അല്ലെങ്കിൽ ഈ ഒരു ദൃഷ്ടാന്തം, അത് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട കാര്യമാണ്. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ വരും, നമ്മളത് കേൾക്കും, നമ്മളത് മനസ്സിലാക്കും, നമുക്ക് സത്യങ്ങൾ മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു വഴിയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റ് സംഭവിക്കരുത്, അഥവാ നമ്മൾ നിഷേധിക്കാനൊരു ഇടവരരുത്. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്ര കാലം ചെയ്ത എല്ലാ നന്മയും ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള അത്രയും അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവിൻ്റെ തെളിവ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കാൻ മുന്നോട്ട് പോവുക. നമ്മൾ നിഷേധിക്കാൻ ഒരിക്കലും നമ്മൾ ഇടവരരുത്. കാരണം ഇവിടെ ആവർത്തിച്ച് നമ്മോട് പല കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിഷേധിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷകൾ എങ്ങനെയാണെന്നും എല്ലാ കാര്യവും അള്ളാഹു വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും.